Morning students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Test the convergence of the series 1 plus 1 into 2 by 1 into 3 plus 1 into 2 into 3 by 1 into 3 into 5 plus 1 into 2 into 3 into 4 by 1 into 3 into 5 into 7 plus etc. ഈ സീരീസിന്റെ കൺവെർജൻസ് ആണോ ഡൈവർജ് ആണോ ചെക്ക് ചെയ്യാം. ഇത് ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ഇതിന്റെ ജനറൽ ടൈം കണ്ടുപിടിക്കണം. ഇവിടെ സാധാരണ ജനറൽ ടൈം തരാറുണ്ട്, ഇവിടെ ജനറൽ ടൈം തന്നിട്ടില്ല. ജനറൽ ടൈം കണ്ടുപിടിക്കും. അപ്പൊ ലെറ്റ് യു കെ, അതാണ് ആദ്യത്തെ സംഭവം. യു കെ ജനറൽ ടൈം കണ്ടുപിടിക്കും. ജനറൽ ടൈം കണ്ടുപിടിക്കുമ്പോൾ ന്യൂമറേറ്റർ നോക്കിയാൽ 1, അടുത്ത് 1 into 2, 1 into 2 into 3, ഇത് 1 into 2 into 3 into 4. ഫസ്റ്റ് ടൈമിൽ 1, സെക്കൻഡ് ടൈമിൽ 1 into 2, തേർഡ് ടൈമിൽ 1 into 2 into 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂമറേറ്ററിലെ നമുക്ക് കെ ഫാക്ടോറിയൽ നോക്കാം. കെ ഫാക്ടോറിയൽ എന്ന് കൊടുത്താൽ എന്ത് വേണം, ഫസ്റ്റ് ടൈം കെ ഈക്വൽ 1 വരുമ്പോൾ 1 ഫാക്ടോറിയൽ ഫസ്റ്റ് ടൈം ഉണ്ട്. ഇനി കെ ഈക്വൽ 2 കൊടുക്കുമ്പോഴോ 2 ഫാക്ടോറിയൽ, അപ്പൊ 1 into 2 ഉണ്ട്. 3 കൊടുക്കുമ്പോഴോ 3 ഫാക്ടോറിയൽ 1 into 2 3. അപ്പൊ ന്യൂമറേറ്ററിലെ കെ ഫാക്ടോറിയൽ. ഇനി ഡിനോമിനേറ്ററിൽ 1 into 3, 1 into 3 into 5, 1 into 3 into 5 into 7 ആണ്. അവിടെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് 1, 3, 5, 7 etc. ഇതൊരു അരിത്തമെറ്റിക് സീരീസ് ആണ്. അരിത്തമെറ്റിക് സീരീസിന്റെ എന്നാമത് കാണാനുള്ള ഫോർമുല എന്താണ്, a plus n minus 1 into d എന്നാണ്. a എന്ന് പറഞ്ഞാൽ എന്താണ് 1, n എന്ന് പറഞ്ഞാൽ എന്താണ് n minus 1 into d എത്രയാണ് 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 plus 2n minus 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2n minus 1 a. അപ്പൊ ak സമയം എന്തായിരിക്കും 2k minus 1. അപ്പൊ ഡിനോമിനേറ്ററിൽ നമ്മുടെ സീരീസ് 1, 3, 5 etc എന്നുള്ളത് ഒരു അരിത്തമെറ്റിക് സീരീസ് ആണ്. അരിത്തമെറ്റിക് സീരീസിലെ nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, a plus n minus 1 into d എന്നാണ്. a plus n minus 1 into d. അപ്പൊ ആ ഫോർമുലയില് a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1 ആണ്, d എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് 2 ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 plus n minus 1 into 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 plus 2n minus 2. അപ്പൊ 2n minus 1 വരും. എന്നിന് k കൊടുക്കുമ്പോൾ ak is equal to 2k minus 1. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കിട്ടും, ഡിനോമിനേറ്ററിൽ നമുക്ക് 1, 3, 5 എക്സെട്ര ഇവിടെ കിട്ടുന്ന എന്താണ് 2k minus. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ടൈം കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തില് ആ ജനറൽ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇപ്പൊ k ഫാക്ടോറിയൽ ഇവിടെ 7 കൊണ്ട് എഴുതുന്നത് എക്സെട്ര 1, 3, 5 എക്സെട്ര 2k minus 1. ഇപ്പോൾ ഇവിടെ നമ്മൾ kക്ക് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം കിട്ടും. kക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും 1 കിട്ടും. സെക്കൻഡ് kക്ക് 2 കൊടുക്കുമ്പോഴോ 2k minus 2 2 4 4 minus 3. അപ്പോൾ 1 into 3 ഡിനോമിനേറ്റർ കിട്ടും, ന്യൂമറേറ്ററിൽ 2 ഫാക്ടോറിയൽ കിട്ടും. എല്ലാ ടൈമുകളും കിട്ടും kക്ക് 1, 2, 3 കൊടുക്കുമ്പോൾ. ഇതാണ് നമ്മുടെ യു കെ. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഫാക്ടോറിയലിലേക്ക് വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ uk plus 1 കണ്ടുപിടിക്കും. uk plus 1. അപ്പൊ k plus 1 ഫാക്ടോറിയൽ ഇവിടെ ന്യൂമറേറ്ററിൽ kക്ക് വരുന്നത് കൊടുക്കാം k plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1, 3, 5, 7 etc 2k minus 1 into. ഇനി നമ്മൾ ആ kക്ക് ഇത് k വരെയുള്ള ടേം ആണ്. k plus 1 ടേം കിട്ടണമെങ്കിൽ kക്ക് നമ്മൾ എന്ത് കൊടുക്കണം, k plus 1 കൊടുക്കണം. അപ്പൊ ak plus 1 എന്താ കിട്ടുന്നത്, 2 into k plus 1 minus 1. ആ kക്ക് ആണ് k plus 1 കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2k plus 2 minus 1 എന്ത് കിട്ടും നമുക്ക് 2k plus 1. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ് 2k plus 1. 1, 3, 5, 7 etc 2k minus 1 into 2k plus 1 into 2k plus 1. അതാണ് uk plus 1. ഇനി നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ പോകാം. ഫാക്ടോറിയൽ ഉണ്ട്, റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റോ കാൽക്കുലേറ്റർ ഫോർമുല എന്താണ്, ലിമിറ്റ് k tends to infinity uk plus 1 by uk. എന്താണ് ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് k tends to infinity k plus 1 factorial divided by 1, 3, 5, 7 etc 2k minus 1 into 2k plus 1 divided by uk എന്താണ് k factorial divided by 1, 3, 5, 7 etc 2k minus 1.
അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ k plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 3 5 7 etc 2k minus 1 into 2k plus 1 ഡിനോമിനേറ്ററിൽ k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 3 5 7 etc 2k minus 1. ഇത് നമുക്കത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ k plus 1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? k plus 1 into k എന്ന് എഴുതാം. k plus 1 ഫാക്ടോറിയലിനെ ഫാക്ടോറിയലിന്റെ റിസൾട്ട് അനുസരിച്ച് k plus 1 into k ഫാക്ടോറിയൽ divided by 1 3 5 7 etc 2k minus 1 into 2k plus 1 into ഈ ഡിനോമിനേറ്റർ മുകളിലോട്ട് പോകും 1 3 5 7 etc 2k minus 1 divided by k ഫാക്ടോറിയൽ. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഈ k ഫാക്ടോറിയലും k ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. 1 3 5 etc 2k minus 1 ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് അവശേഷിക്കുന്നത് എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ k plus 1 ഉണ്ട്. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ 2k plus 1. 2k plus 1. ന്യൂമറേറ്ററിൽ k plus 1, ഡിനോമിനേറ്ററിൽ 2k plus 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. k നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 1 by k. ഡിനോമിനേറ്ററിൽ k പുറത്തെടുത്ത് കഴിയുമ്പോൾ 2 plus 1 by k. ഈ kയും kയും നമ്മൾ കട്ട് ചെയ്തു. ഇനി kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോ, ഈ ടേം 0 ആയിപ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1/2 എന്നാണ് കിട്ടുന്നത്. ആൻസർ 1/2. ഈ 1/2 എന്നുള്ള വാല്യൂ എന്താണ്? ലെസ് ദാൻ 1 ആണ്. 1/2 എന്നുള്ള വാല്യൂ ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആയതുകൊണ്ട് ബൈ റേഷ്യോ ടെസ്റ്റ് the given series is converges. given series converge ആണ്. അങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ given series ഏതാണ്? നമുക്ക് കിട്ടിയ 1 plus 1 into 2 by 1 into 3 1 into 2 into 3 by 1 into 3 into 5 etc എന്നുള്ള സീരീസ് കൺവെർജ് ആണ് നമ്മൾ സ്ഥാപിച്ചു. എങ്ങനെ സ്ഥാപിച്ചു? റോ കാൽക്കുലേറ്റ് ചെയ്തു. റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ? 1/2 ആണ് കിട്ടി. ഈ 1/2 എന്നുള്ളത് എന്താണ്? ഒന്നിനേക്കാളും ചെറുതാണ്. 1/2 ലെസ് ദാൻ 1 ആണ്. ബൈ റേഷ്യോ ടെസ്റ്റ് പറയുന്നത് റോ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവെർജ് ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ UK ജനറൽ ടേം നമുക്ക് തന്നിട്ടില്ല. സാധാരണ നമുക്ക് ജനറൽ ടേം തന്നിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ ടേം തന്നിട്ടില്ല. ആ ജനറൽ ടേം നമ്മൾ കണ്ടുപിടിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്ററിൽ നോക്കുക. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1 into 2 ആണ്, തേർഡ് ടേം 1 into 2 into 3 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? k ഫാക്ടോറിയൽ എന്നെടുത്തത്. അപ്പൊ kക്ക് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും, 2 കൊടുക്കുമ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 ആണ്, 3 കൊടുക്കുമ്പോൾ 1 into 2 into 3 etc. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ k ഫാക്ടോറിയൽ. ഡിനോമിനേറ്ററിൽ നമ്മൾ 1 3 5 7 etc ആണ്. അപ്പൊ അത് നമ്മൾ ഒരു അരിത്തമെറ്റിക് സീരീസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അരിത്തമെറ്റിക് സീരീസ് ആണെങ്കിൽ nth ടൈം കാണാനുള്ള ഫോർമുല എന്താണ്? a plus n minus 1 into t ആണ്. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഈ kth ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ a plus n minus 1 എന്നുള്ള ടൈം കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2k minus 1 കിട്ടിയത്. അപ്പോൾ 2k minus 1 കിട്ടി. ഇനി UK എന്നുള്ള ആ ജനറൽ ടൈമിൽ ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് ഈ സീരീസ് കൺവെർജ് ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കുന്നു? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ UK plus 1 കണ്ടുപിടിക്കണം. UK plus 1 കണ്ടുപിടിക്കാനായിട്ട് ഈ ന്യൂമറേറ്ററിൽ kക്ക് പകരം നമ്മൾ k plus 1 കൊടുക്കുന്നു. ഡിനോമിനേറ്ററിൽ kക്ക് പകരം നമ്മൾ k plus 1 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ന്യൂമറേറ്ററിൽ k plus 1 ഫാക്ടോറിയലും ഡിനോമിനേറ്ററിൽ 1 3 5 7 etc 2k minus 7 into 2k plus 1 2k minus 1 into 2k plus 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റോ കാൽക്കുലേറ്റർ ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK plus 1 by UK plus 1 by UK. അപ്പോൾ UK plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ k plus 1 ഫാക്ടോറിയൽ by 1 3 5 7 etc 2k minus 1 into 2k plus 1. അപ്പോൾ അവിടെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. UKക്ക് പകരം k ഫാക്ടോറിയൽ by 1 3 5 7 etc 2k minus സബ്സ്റ്റിറ്റ്യൂട്ട്. അതിനുശേഷം നമ്മൾ ഇത് ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലോട്ട് പോയി താഴെ k ഫാക്ടോറിയൽ. ഈ k plus 1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? k plus 1 into k ഫാക്ടോറിയൽ എഴുതാം. ഫാക്ടോറിയലിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് 2 ഫാക്ടോറിയൽ നമുക്ക് 2 into 1 അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ 3 into 2 എന്ന് എഴുതാം. അപ്പൊ k plus 1 into k ഫാക്ടോറിയൽ
1, 3, 5, 7, etc. 2k minus 1, 1, 3, 5, 7, 2k minus 1 into 2k plus 1, k. ഈ k factor വിട്ടുകളഞ്ഞു. 1, 3, 5, 7, etc. 2k minus 1 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്തുണ്ട്? k plus 1 by 2k plus 1 കിട്ടി. ഇതിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് k പുറത്തെടുത്തപ്പോൾ k into 1 plus 1 by k എന്ന് വന്നു. ഡിനോമിനേറ്ററിൽ നിന്ന് k പുറത്തെടുത്തപ്പോൾ 2 plus 1 by k എന്ന് വന്നു. ഈ k കട്ട് ചെയ്ത് കളഞ്ഞു. k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും. ഈ 1 by k 0 ആയി പോകും. ബാക്കി നമുക്ക് എന്നിട്ട് 1 by 2 ഉണ്ട്. ഈ 1 by 2 എന്നുള്ളത് ലെസ് ദാൻ 1 ആണ്. റോ ലെസ് ദാൻ 1 ആണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് പറയുന്നത് എന്താണ്? ഗിവൺ സീരീസ് കൺവെർജ് ആണ്. Therefore, given series is converged. ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.